ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നൊരു മാങ്ങ അച്ചാറാണ് കേട്ടോ. ഇത് നമ്മൾ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. കാണാനൊക്കെ നല്ല വലിപ്പമുണ്ട്, അതേപോലെ തന്നെ നല്ല കയമ്പും ഒക്കെ ഉള്ള സൈസ് മാങ്ങയാണ് കേട്ടോ. പക്ഷേങ്കിൽ പഴുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പുളിയാണ്. പഴുപ്പിച്ചിട്ടാണെങ്കിലും പച്ചയാണെങ്കിലൊക്കെ ഭയങ്കരമായ പുളിയാണ്. അപ്പോൾ അച്ചാറിട്ടാലൊക്കെ അച്ചാറിടാനൊക്കെ നല്ല പറ്റിയ നല്ല ഉസാറുള്ള മാങ്ങയാണ്. പക്ഷേ എങ്കിൽ ഇവിടെ അച്ചാറിട്ട ആർക്കും വല്ലാതെ പോകില്ല കേട്ടോ. 2 ദിവസം കൂട്ടും, പിന്നെ ആ അച്ചാറിൻ്റെ ബോട്ടിൽ അതേപോലെ അങ്ങനെ കിടക്കാന്നല്ല, പിന്നെ അതിക്ക് ആരും തിരിഞ്ഞു നോക്കൂല. പിന്നെ അത് അങ്ങനെ കേട് നിൽക്കാണ്ട് ഒഴിവാക്കുക എന്നല്ലാതെ. എന്നാൽ ഉപ്പാങ്ങ അതേപോലെയുള്ളതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അധികം ഞാനിവിടെ ഉപ്പാങ്ങയാണ് ഇടൽ. അതായാൽ പിന്നെ അതിൽ ഒഴിവാക്കാനൊന്നും ഉണ്ടാവില്ല. ലാസ്റ്റ് പിന്നെ അതിൻ്റെ കുറച്ച് ഉപ്പാങ്ങൻ്റെ വെള്ളം ഉണ്ടാവുന്നല്ലാതെ. അപ്പോൾ അത് ആദ്യം ഞാനിതൊക്കെ ഒന്നും ഇങ്ങോട്ട് നുറുക്കിയെടുക്കുകയാണ് കേട്ടോ. ചെറിയ കഷ്ണങ്ങളെ പറ്റ ചെറുതല്ല, ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത കഷ്ണങ്ങളൊക്കെയാണ് നുറുക്കിയെടുക്കുന്നത്. പക്ഷേ എങ്കിൽ ഇത് ഞാൻ ഉപ്പാങ്ങ ഇടാൻ വിചാരിച്ചതല്ല, ഇത് വേറൊരു ഇതിൽ ഇടാനായിട്ട് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അതൊരു പരീക്ഷണമാണ് കേട്ടോ. ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ ഇതൊന്ന് ആദ്യമായിട്ട് പരീക്ഷിച്ച് നോക്കുകയാണ് കേട്ടോ, ഇങ്ങനെ ഒരു അച്ചാർ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വലിപ്പത്തിലാണ് ഇത് നുറുക്കിയെടുക്കുന്നത്. പിന്നെ ഇത്രമാണ് കേട്ടോ വലിപ്പം. അപ്പോൾ ആദ്യം ഇത് നമ്മൾ ഒന്ന് ഉപ്പിട്ടിക്കാണ്ട് ഇട്ട് വെക്കാണ്ട് ഒരു 4 ദിവസമൊക്കെ അങ്ങനെ ഉപ്പിലിട്ട് വെക്കണം. വെള്ള കാര്യങ്ങളൊന്നും ചേർക്കാതെ വെറും ഉപ്പിലിട്ടുകാണ്ട് അങ്ങനെ വെക്കുകയാണ്. ബോട്ടിലാക്കി കാണാൻ അങ്ങനെ വെക്കുകയാണ്. പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ബാക്കിയുള്ള പരിപാടികളൊക്കെ. അപ്പോൾ ഞാനിതാ ഇതൊക്കെ ഒന്ന് നുറുക്കിയെടുക്കട്ടെ. ഇത് കണ്ടാൽ നല്ല മാങ്ങയാണ് കേട്ടോ. പൂത്തൊക്കെ കഴിഞ്ഞാൽ നല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ മാങ്ങൻ്റെ പോലെ. പക്ഷേങ്കിൽ എന്താണെന്നാ ഭയങ്കരമായ പുളിയാണ്. പഴുത്ത് കഴിഞ്ഞാലും പുളി തന്നെ. അപ്പോൾ ഗൈസ് ഇതാ നമ്മളെല്ലാം നുറുക്കി ഇതാ ഒക്കെ റെഡിയാക്കി വെച്ചിക്കണം കേട്ടോ. 2 മാങ്ങയാണ് കാര്യമില്ല, മാങ്ങ അത്യാവശ്യം ഉണ്ട്. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് ബോട്ടിലേക്ക് വാരിയിട്ടുകാണ്ട് ഉപ്പിട്ടുകാണ്ട് വെക്കണം കേട്ടോ. അപ്പോൾ കുറേശ്ശെ ഇങ്ങനെ ഉപ്പ് ഏറിയാലും തന്നെ വലിയ ഇതില്ലല്ലോ. അപ്പോൾ കുറേശ്ശെ ഇങ്ങനെ കല്ലുപ്പിട്ട് കൊടുത്തുകാണ്ട്, ഉപ്പാങ്ങ ഇടുമ്പോൾ എപ്പോഴും നല്ലത് കല്ലുപ്പാണ്. അച്ചാറിടാനൊക്കെ അല്ലെങ്കിലും കല്ലുപ്പ് തന്നെ കേട്ടോ. അപ്പോൾ ഇതാ ചെറിയ മാങ്ങൻ്റെ അണ്ടിയാണ് കേട്ടോ, അല്ലാത്തൊക്കെ കയമ്പാണ്. അപ്പോൾ അപ്പം ഞാനിതൊക്കെ ബോട്ടിലേക്ക് ഇനി ആക്കട്ടെ. അപ്പോൾ ഒക്കെ ഒന്ന് ബോട്ടിലേക്ക് ആക്കിക്കാണ്ട് ഉപ്പിട്ടുകാണ്ട് വെക്കുകയാണ്. ഇതിക്ക് സാധാരണ ഞാൻ ഉപ്പാങ്ങ ഇടുമ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ തിളപ്പിച്ച വെള്ളം കുറച്ച് സുർക്കയും പാടെ കൂട്ടിക്കാണ്ട് അങ്ങനെ ഇട്ടക്കലാണ് കേട്ടോ. എന്നാൽ 2 ദിവസം പിറ്റേന്ന് തന്നെ നമുക്ക് അത് കൂട്ടാനും ആവും. പിന്നെ മക്കൾക്കും തന്നെ ഉപ്പാങ്ങ കണ്ടാൽ പിന്നെ മക്കൾക്ക് പിന്നെ അത് കുറച്ച് ദിവസം കഴിഞ്ഞോട്ടെ എന്നിട്ട് എടുക്കാമെന്ന് പറഞ്ഞാൽ മക്കൾക്ക് പറ്റില്ല. അത് പിറ്റേന്ന് പറയുമ്പോൾ തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ പിന്നെ അതിനനുസരിച്ചുള്ളൊരു ഉപ്പാങ്ങയൊക്കെയാണ് ഞാൻ ഇട്ട് വെക്കൽ. തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്യലാണ് കേട്ടോ. അപ്പോൾ ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, അപ്പോൾ കുറച്ച് ഉപ്പ് ആദ്യം ഇട്ടു, പിന്നെ കുറച്ച് മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ചും പാടെ ഉപ്പിട്ടു. അങ്ങനെ മാങ്ങ കഷ്ണം ഇട്ട് കൊടുക്കുക, ഉപ്പിടുക, അങ്ങനെ വാരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഉപ്പാങ്ങാകുമ്പോൾ എന്താ വെച്ചാൽ പിന്നെ ഒരു 2 പച്ചമുളക് പൊട്ടിച്ചിടുക, അല്ലെങ്കിൽ ചീരാപ്പറങ്കിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടുക്കണ സമയം ബോട്ടിൽ നിന്ന് കുറച്ച് മാങ്ങ കഷ്ണം കുറച്ച് അതിൻ്റെ വെള്ളം പാടെ ഒരു പാത്രത്തിൽ എടുത്തുകാണ്ട് മുളക് പൊട്ടിച്ചിട്ടുകാണ്ടൊക്കെ കൂട്ടുക എന്ന് പറഞ്ഞാൽ അത് ടേസ്റ്റ് വേറെ തന്നെയാണ് അല്ലേ. അച്ചാറിലാരൊക്കെ ടേസ്റ്റ് ചെയ്യണം എനിക്ക് തോന്നുന്നത് കേട്ടോ. ചിലർക്ക് അങ്ങനെ ആവില്ല, ചിലർക്ക് അച്ചാർ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. ഇവിടെ ആർക്കും അച്ചാർ വലിയ ഇഷ്ടമില്ല. ഇങ്ങനത്തതൊക്കെ ഇനിയിപ്പോൾ മാങ്ങാന്നല്ല, ഇനിയിപ്പോൾ നെല്ലിക്ക അങ്ങനത്തെ ആണെങ്കിലും നമ്മൾ ഉപ്പിലിട്ട് കാണ്ട് വെക്കുകയാണെങ്കിൽ, അതേമാതിരി കർമ്മത്തി പപ്പായ അതൊക്കെ നമ്മൾ ഉപ്പിലിട്ട് കാണ്ട് സുർക്കയും തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ആയിട്ട് ഉപ്പിലിട്ട് കാണ്ട് അങ്ങനെ വെക്കുകയാണെങ്കിൽ അതൊക്കെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാങ്ങ ഉപ്പുരുമ്പിക്കാണ്ട് തിന്നാനൊക്കെ പറ്റിയ മാങ്ങയാണ് കേട്ടോ. മുളകും പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും അങ്ങനത്തതൊക്കെ ചേർത്തുകാണ്ട് അങ്ങനെ തിന്നാനൊക്കെ പറ്റിയ മാങ്ങയാണ്. ഇവിടെ കുട്ടികൾക്ക് അത് തന്നെയാണ് കേട്ടോ പണി. ആ തറവാട്ടിലെ മൂച്ചിമന്ന് മാങ്ങ എടുക്കുക അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇതാ ഗൈസ് നമ്മളൊക്കെ ബോട്ടിലാക്കി ഒക്കെ റെഡിയാക്കി ഒക്കെ അടച്ച് എടുത്ത് വെച്ചിരിക്കുന്നു കേട്ടോ. പിന്നെ നമ്മളെ ഉപ്പാങ്ങയാണിത്. സുർക്കയും തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ചേർത്തുകാണ്ട് ബോട്ടിലാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ മക്കൾക്ക് പച്ചമുളകോ ചീരാപ്പറങ്കിയൊക്കെ പൊട്ടിച്ചുകാണ്ട് കുറച്ച് പാത്രത്തിൽ എടുത്ത് കൊടുത്താൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം.